ശേഷം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് മരണാനന്തര ചടങ്ങിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കുകയും ശേഷം വ്യാപാരഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്ത് യോഗത്തിൽ എല്ലാ ജില്ലാ പ്രസിഡന്റ് PC ജേക്കബും ജനറൽ സെക്രട്ടറി റിയാസും പങ്കെടുത്തിരുന്നു. കൂടാതെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ടുള്ള നമ്മുടെ മുൻകാല സെക്രട്ടറി ആയിരുന്ന PI രാജപ്പൻ ഗ്ലാസ്കോ, കമ്മിറ്റി അംഗങ്ങളായിരുന്ന വൃന്ദാവൻ ബാലൻ, വൃന്ദാവൻ ഹോട്ടൽ നടത്തിയിരുന്ന ബാലകൃഷ്ണൻ എന്ന പുതുമ എക്സൈസിൽ നടത്തിയിരുന്ന അനിൽകുമാർ, മറ്റ് അംഗങ്ങൾ ആയിരുന്ന ക്ലാസ് കട നടത്തിയിരുന്ന KV എബ്രാഹിം, ടൈലറിംഗ് നടത്തിയിരുന്ന വിഭാകരൻ, പ്രീമിയർ ഫൈനാൻസ് നടത്തിയിരുന്ന ശ്രീ വിക്രമൻ നായർ, മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, വ്യാപാരി വ്യവസായ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ, മറ്റ് രാഷ്ട്രീയ സമുദായ നേതാക്കന്മാർ, യുദ്ധത്തിൽ ബന്ധപ്പെട്ട ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, നമ്മുടെ നാടിനെ സേവിച്ച വീരമൃത്യു വരിച്ച ജവാന്മാർ, കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊഴിഞ്ഞവർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു മിനിറ്റ് നടക്കാൻ ശ്രമിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ NB രാജി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അവരുടെ ആദരവ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലൻ ജഹൻ, ജനറൽ സെക്രട്ടറി സേനേന്ദ്ര, വേദിയിലിരിക്കുന്ന കുടിയുടെ ഭാരവാഹികളെ, വ്യാപാരി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ 43ാമത് വാർഷികമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഈ യൂണിറ്റ് രൂപം കൊണ്ടിട്ട് 41 വർഷമായെങ്കിലും 35 വർഷക്കാലവും പ്രസിഡന്റും സെക്രട്ടറി ആയിരിക്കുന്ന മഹാവ്യക്തികളാണ് നമ്മുടെ സേനാനികയും. നമുക്കതിന് ഒരുപാട് ബഹുമാനിക്കാം. ഒന്നുമില്ലാതിരുന്ന നമ്മുടെ ഈ പ്രഖ്യാപന യൂണിറ്റ് ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല യൂണിറ്റായിട്ട് സംസ്ഥാനത്ത് തന്നെ ആര് വന്നാലും എപ്പോഴും എല്ലാ രീതിയിലും അഭിമാനിക്കുന്ന ഒരു യൂണിറ്റാണ് പ്രഖ്യാപന യൂണിറ്റ്. ഇന്ന് നമ്മൾ ഒത്തൊരുമയോട് കൂടി ഇത്രയും നാൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നമുക്ക് ഇതുപോലുള്ള മനോഹരമായ ഒരു ഹോളും, അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഓഫീസ് റൂമും താഴെ ഡൈനിങ് സൗകര്യങ്ങളും, ഇനി നമുക്ക് വേണ്ടത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. നമ്മൾ ഒത്തൊരുമയോട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് വേണം. അപ്പോൾ നമുക്കിവിടെ ഈ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ റോഡ് സൈഡ് വേണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ഇതുപോലൊക്കെ സമ്പാദിക്കാൻ കഴിഞ്ഞെങ്കിൽ തൊട്ടടുത്തത് അത് തുടക്കാൻ കിടക്കുന്നുണ്ട്. ഇതിനോട് നോക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പാർക്കിനോ ചെറിയ പാർക്കിനോ ഉണ്ടാക്കാൻ പറ്റും. സംബന്ധിച്ചിടത്തോളം പട്ടിമറ്റ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മാതൃക യൂണിറ്റാണ്. കേരളത്തിൽ തന്നെ, ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ. എന്തുകൊണ്ടെന്നാൽ പട്ടിമറ്റ സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ പല മേഖലയിലും പല വിശ്വാസത്തിലും അനിശ്ചിതമായി ജീവിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചന്ദനക്കുരി ഇട്ട ഹൈന്ദവനും പൊന്നും കുരിശന്റെ ക്രിസ്ത്യാനിയും നമസ്കാരം തരമുള്ള മുസൽമാനും സഹോദരങ്ങളായി ഏകോപിച്ചു പോകുന്ന ഒരു നാടാണ് നമ്മുടെ പട്ടിമറ്റ പ്രദേശം. അതിൻ്റെ എല്ലാ വിജയവും നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിലനിൽപ്പ് ഈ പ്രസ്ഥാനത്തിലൂടെ മാത്രമേ ഇത്രയും ശക്തമായി നിലനിർത്താൻ സാധിക്കുള്ളൂ. ബാക്കി പല മേഖലകളിലും പല രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് അവരൊക്കെ എനിക്ക് കൊണ്ടാൻ പാടാണ്. ഇതങ്ങനെയല്ല, ഇതെല്ലാവരും ഒരു കുടുംബമാണ്. വ്യാപാര വ്യവസായികൾ ഒരു കുടുംബമാണ്, കുടുംബാംഗമാണ്. നമ്മുടെ ഈ വ്യാപാര വ്യവസായികളിൽപ്പെട്ട അംഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ അതിന് പരിഹാരം കമ്മിറ്റി കൂടാൻ പോവാണ്. കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുകയാണ് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അവരെ സഹായിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം പെട്ടെന്ന് ഓടി കമ്മിറ്റി കൂടി അവർക്ക് വേണ്ട ഒത്താശകൾ, സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു യൂണിറ്റ് വേറെ എവിടെയും കാണാൻ കഴിയില്ല. അത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ്. അത് ഐക്യത്തിന്റെ പേരിൽ ഈ ഐക്യം നിലനിൽക്കണം. നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്. ശ്രീ ശങ്കരാചാര്യൻ പറഞ്ഞതുപോലെ ദൈവം ഒന്നേ ഉള്ളൂ, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം മുക്തിയുടെ മാർഗങ്ങളാണ്.
അതുപോലെ നമ്മുടെ മഹാന്മാരായ ആളുകളെല്ലാം ശ്രീ നാരായണ ഗുരു പറഞ്ഞതുപോലെ മനുഷ്യൻ ഏതായാലും മനുഷ്യന് നന്നായാൽ മതി, മതം ഏതായാലും മനുഷ്യൻ നന്നായി. മനുഷ്യനാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ മനുഷ്യരും രക്തം ഒന്നാണ്, എല്ലാ മനുഷ്യരും മാംസം ഒന്നാണ്, എല്ലാവരും ജീവിത മേഖല ഒരേ രീതിയിലാണ്. എല്ലാവരും സൗഹാർദ്ദത്തോടും ജീവിച്ചാൽ നാട് പ്രകാശിക്കും. എത്ര സന്തോഷം സൗന്ദര്യമായ ജീവിതം നയിക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ പോലും ജാതി മത ഭേദമന്യേ എല്ലാവരും ഏകോപിച്ച് സഹോദരന്മാരായി നമ്മൾ ഒരുപോലെ ആയിരിക്കണം. നമ്മൾ എല്ലാവരോടും എടുക്കുന്നവരും എല്ലാവരെയും എടുക്കുന്നവരായിരിക്കണം. എല്ലാ ജനങ്ങളോടും എടുക്കുന്നവരും എല്ലാവരും എടുക്കുന്നവരായിരിക്കണം. അങ്ങനത്തെ ഒരു പരിശ്രമം, അങ്ങനത്തെ ഒരു പ്രവർത്തനം വ്യാപാരി വ്യവസായത്തിൽ മാത്രമേ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം ആത്മാർത്ഥമായി നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സഹകരിക്കുക. എല്ലാവരും പരസ്പരം ഒന്നായി മുന്നോട്ട് പോവുക, നമ്മുടെ നേതൃത്വത്തെ അംഗീകരിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വരും തലമുറയ്ക്ക് മാതൃകയായി നമുക്ക് ഈ പ്രസ്ഥാനം നിലനിർത്താൻ കഴിയും. അതിന് വിജയം കാണാൻ കഴിയും. അതിന് ദൈവം നമ്മളെ എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരം നിർത്തുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് നീങ്ങണം. ഇൻഷാ അല്ലാഹ് പ്രവർത്തന റിപ്പോർട്ട് ശ്രീ ബിജു പൗലോസ് യൂണിറ്റ് സെക്രട്ടറി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അദ്ദേഹത്തെ ആദ്യം ക്ഷണിച്ചുകൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജില്ലാ മണ്ഡല ഭാരവാഹികളെ, വിവിധ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഭാരവാഹികളെ, നമ്മുടെ യൂണിറ്റിലെ സഹപ്രവർത്തകരെ, യൂത്ത് വിംഗ് വനിതാ വിംഗ് ഭാരവാഹികളെ, വേദിയിൽ സദസ്സിലിരിക്കുന്ന സ്നേഹിതരായ നമ്മുടെ യൂണിറ്റിലെ ഓരോ വ്യാപാരി വ്യവസായ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, പട്ടിമറ്റം യൂണിറ്റിന്റെ 43ാമത് വാർഷിക പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീ ടി പി അസേർ അവതരിപ്പിക്കുന്ന 2024 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 30 വരെയുള്ള പ്രവർത്തന റിപ്പോർട്ടാണ്. 30/4/2024 ചൊവ്വാഴ്ച രാവിലെ 8:45 യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ വി ഗോപാലൻ പതാക ഉയർത്തി 1ാം ഘട്ട യോഗം ആരംഭിച്ചു. സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ കെ അഹമ്മദ് രാജിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എൻ ടി ബാജി വന്ന എല്ലാ അംഗങ്ങളും സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഫ്രീയുമാക്കി അദ്ദേഹം സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ വി ഗോപാലൻ മരണപ്പെട്ടുപോയ നമ്മുടെ വ്യാപാരി വ്യവസായ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും രാഷ്ട്രീയ സാമുദായിക സംഘടനാ ഭാരവാഹികളെയും പേരെടുത്ത് പറഞ്ഞ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അംഗങ്ങളിൽ എല്ലാവരും എഴുതിയതിന് അനുശോചനം രേഖപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് ശ്രീ കെ അഹമ്മദ് രാജിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ 41 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജോയിന്റ് സെക്രട്ടറി ശ്രീ ഷിജു പോലീസിനെ ക്ഷണിച്ചു. അദ്ദേഹം 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വളരെ വിശദമായി അവതരിപ്പിച്ചു. ഈ 2 വർഷത്തെ ഓഡിറ്റ് ചെയ്ത വരവിലെ കണക്കുകൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രൊഫസർ ശ്രീ എൻ കെ ഗോപാലിന് ശാരീരിക സുഖമില്ലാത്തതിനാൽ ഇൻചാർജുള്ള ശ്രീ ടോം ജോസഫ് അവതരിപ്പിച്ചു. വരവിലെ കണക്കുകളിൽ പരസ്പര സഹായത്തിന്റെ കണക്കും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ജനറൽ സെക്രട്ടറി ടി പി അസേർ ക്ഷണിച്ചു. ചർച്ച നടത്തുന്നതിന് അദ്ദേഹം അംഗങ്ങൾ ക്ഷണിച്ചപ്പോൾ ആർക്കും സംശയമില്ലാത്തതിനാൽ വരവിലെ കണക്കുകളും റിപ്പോർട്ട് കൈയടിച്ച് പാസ്സാക്കി. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എസ് മാത്യു 1ാം ഘട്ട യോഗം ചുരുങ്ങിയമാക്കി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ശ്രീ ലൂയിസ് പോൾ മുഖ്യ പ്രഭാഷണം നടത്തി. ശേഷം യൂണിറ്റ് ഭാരവാഹികൾ എൻ കെ ഗോപാലൻ, ശ്രീ വി ജി കുമാർ, പി എസ് സെനിൽ, കെ കെ ബഷീർ, എ വി വിജയൻ, രമേശ് ശശിധരൻ, വി ജി പ്രതീഷ്, ഗ്രേസി ബാബു, മനാഫ് എന്നിവർ ആശംസ അർപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ ടി വി ബാബുരാജ് നന്ദി രേഖപ്പെടുത്തി ആദ്യഘട്ട യോഗം അവസാനിച്ചു. എല്ലാ അംഗങ്ങളും കൊടിയും തൊപ്പിയും കുടയുമായി ടൗണിലേക്ക് പോയി ടൗണിൽ വെച്ച് ജാഥ ക്യാപ്റ്റനായി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ വി ജി ഗോപാലൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ സെക്രട്ടറി അംഗവും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ടി പി അസിന്റെ റാലിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് പതാക കൈമാറി. ഏകദേശം 400 അംഗങ്ങൾ കൊടിയും തൊപ്പിയും കുടയും അണിഞ്ഞ് ടൗൺ ചുറ്റി പ്രകടനം നടത്തി. വ്യാപാര ദിനം 2024-25 2 വർഷം ഓഗസ്റ്റ് 1 വ്യാപാര ദിനം ആഘോഷിച്ചു. പതാക ഉയർത്തുകയും അതിന് പലായനം ചെയ്തു. സ്വാതന്ത്ര്യദിനം, ചികിത്സാ സഹായം, ധനസഹായം. നാളിൽ വരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വ്യാപാരികൾക്കും പട്ടിമറ്റ പ്രദേശത്തുള്ള പൊതുജനങ്ങൾക്കും 1,50,000 രൂപ ചികിത്സാ സഹായമായും ധനസഹായമായും കൊടുത്തിട്ടുണ്ട്. വയനാട് ദുരിതാശ്വാസത്തിലേക്ക് 1,50,000 രൂപ ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചു. ചികിത്സാ സഹായം, ധനസഹായം വയനാട് ദുരിതാശ്വാസത്തിനടക്കം യൂണിറ്റ് 4 വരെ 3 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. പട്ടിമറ്റ യൂണിറ്റിലെ ഭാരവാഹികളും കമ്മിറ്റികളും ഒരേ ടീമായി ഒരേ മനസ്സോടെ കൈകോർത്തിട്ടുള്ളതാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനോടൊപ്പം തന്നെ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും സംഘടനാ കാര്യങ്ങൾ ഒരേ മനസ്സോടെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിനോടൊപ്പം തന്നെ മേധാവികൾ യൂത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഇവിടെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ 2 ജീവനക്കാരായ ആശാസത്തിൽ ശ്രീജീവിയും ഓഫീസ് കാര്യങ്ങൾ, നമ്മുടെ പരസ്പര സഹായത്തിന്റെ കാര്യങ്ങൾ, ബോർഡിന്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചു. ഇതിൽ ഇവർ 2 വർഷം സംഘടനയുടെ പേരിലും ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തി. കൂടാതെ ഇന്ന് അംഗങ്ങൾ നൽകുന്ന സ്നേഹബഹുമാനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പട്ടിമറ്റ യൂണിറ്റിലെ അംഗങ്ങൾ സ്നേഹപ്രവർത്തകർക്കും വ്യാപാരികൾക്കും ആവശ്യമായ സമര പരിപാടികൾക്കുമാണ് മുൻതൂക്കം നൽകുന്നത്. തൊഴിലാളി വരുന്ന സാഹചര്യത്തിൽ സ്വയം നടത്തി ഉപയോഗം നടത്തുന്ന വലിയ സമൂഹമാണ് വ്യാപാരി വ്യവസായങ്ങൾ. ജാതി മത വർഗീയ വിഭാഗീയ രാഷ്ട്രീയ ചിന്തകൾ അതീതമായി ഒരേ മനസ്സുള്ള സംഘടന പ്രവർത്തനം ഏകോപിക്കുന്നതിനാൽ സംഘടനയ്ക്ക് പുറത്താക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടന കെട്ടിടത്തെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
പട്ടിമറ്റത്തെ മുഴുവൻ വ്യാപാരിക സേവനങ്ങളും ആത്മാർത്ഥമായ സേവനങ്ങൾ 4 പേരെ നൽകി വരുന്നു. ഈ വരുന്ന ഭരണസമിതിക്ക് നിങ്ങളുടെ ഏവരുടെയും പൂർവ്വവിരുദ്ധമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കാലയളവിൽ എൻ്റെയും പ്രസിഡന്റെയോ മറ്റ് ഭാരവാഹികളുടെയോ കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ മനഃപൂർവ്വമല്ലെന്നും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണെങ്കിൽ സദാ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സഭയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ജനറൽ സെക്രട്ടറി ശ്രീ GK സേന. അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി 1/4/2024 മുതൽ 31/3/2026 വരെയുള്ള വരവ് ചെലവ് സബ്സിഡിയുണ്ടായ അവതരിപ്പിക്കുന്നു. വരവ് അഡ്വാൻസ് അടക്കം 3,90,000 രൂപ. പരസ്പര സഹായത്തിൽ നിന്നും വരവ് അഡ്വാൻസ് അടക്കം 15,81,050 രൂപ. മെമ്പർഷിപ്പ് പുതുക്കിയതിനും പുതിയ മെമ്പർഷിപ്പ് അടക്കം വരവ് 88,720 രൂപ. വാർഷിക പൊതുയോഗത്തിന് രസീത് കൂലി വരവ് 77,000 രൂപ. വയനാട് ദുരിതാശ്വാസ ഫണ്ട് ചികിത്സാ സഹായം മറ്റു സംഭാവനകൾ അടക്കം രസീത് കൂലി വരവ് 1,84,750 രൂപ. വ്യാപാര വ്യക്തി മാസിക വരവ് 14,500 രൂപ. ഇനി ചെലവുകളാണ്. ഓഡിറ്റ് ഫീസ് 12,000 രൂപ. ജില്ലാ അംഗത്വ ഫീസ് കൊടുത്തതും അംഗത്വ കാർഡ് വാങ്ങിയതും 34,020 രൂപ. പെൻഷൻ കൊടുത്തത് 12,500 രൂപ. കറണ്ട് ബില്ല് 66,740 രൂപ. പൊതുയോഗങ്ങളുടെയും മറ്റ് യോഗങ്ങളുടെയും ചെലവ് 31,188 രൂപ. 2 വർഷത്തെ ഈ വസതി അനുസ്മരണം അനുശോചനം നടത്തിയതിന്റെ ചെലവ് 4,410 രൂപ. മെഡിക്കൽ ക്യാമ്പ് ചെലവ് 14,180 രൂപ. കെട്ടിട നിർമ്മാണ ചെലവ് മുകളിലത്തെ ഗോവണിയും മേച്ചിലും ഉൾപ്പെടെ 5,95,395 രൂപ. പരസ്പര സഹായത്തിനു വേണ്ടി ഡയറി, രസീത് ബുക്ക്, ചിട്ടി ബുക്ക്, രജിസ്റ്റർ അടിച്ചത് 18,632 രൂപ. ക്ലീനിംഗ് ചാർജ് 5,070 രൂപ. മേഖലാ കമ്മിറ്റി പട്ടികയെടുത്ത് വെച്ച് നടത്തിയ ചെലവ് 13,700 രൂപ. പഠന ക്യാമ്പ് ആനച്ചാൽ ചിത്രപുര ക്യാമ്പും കാസർഗോഡ് ഗേറ്റ്വേ 2 ദിവസത്തെ ക്യാമ്പും അടക്കം 13,000 രൂപ. അങ്ങനെ ആകെ ചെലവ് 25,30,789 രൂപ. അവിടെ വരവ് 23,32,120 രൂപയാണ്. ഇന്നത്തെ ട്രഷറുടെ കയ്യിൽ നിന്ന് കടമായിട്ട് എടുത്തത് 19,969 രൂപ. അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ മേയാനായിട്ട് സാധനങ്ങൾ മേടിച്ചതിന്റെ കുറച്ച് പൈസ ബാലൻസ് കൊടുക്കാനുണ്ട്. അത് 1,73,000 രൂപ. നരിക്കുഴി ട്രേഡേഴ്സും കേരള സിൽസും 2 അതിനകത്താണ്. അങ്ങനെ മൊത്തം 25,30,789 രൂപ. ഇത്രയും നല്ല സന്തോഷം വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ 43 വർഷമായി നമ്മുടെ ഈ സംഘടന ഉണ്ടാക്കിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഞാനൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. അന്ന് ഈ സംഘടന ഉണ്ടാക്കിയ സമയത്ത് എനിക്കന്ന് 15 വയസ്സ് 16 വയസ്സുണ്ട്. അന്ന് അതിന്റെ യൂത്ത് വിങ്ങിന്റെ പിള്ളേർ സെറ്റിപ്പെട്ടാണ്. ഇപ്പൊ ഞാനൊക്കെ ഫ്രണ്ടിലേക്ക് പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് ബാഗിൽ അത് ബാഗിൽ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരും ഉടനെ തന്നെ കൂടുതൽ താമസിക്കാതെ. എന്തായാലും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പട്ടിമറ്റ കച്ചവടക്കാര് എന്ത് പറഞ്ഞാലും ആ സെക്കൻഡിൽ കടയടക്കാൻ പറഞ്ഞാൽ അപ്പഴടക്കും, പൈസ തരാൻ പറഞ്ഞ പൈസ തരും. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി പോയിരിക്കുമ്പോൾ തന്നെ അതായത് നമ്മുടെ പട്ടിമറ്റ യൂണിറ്റിനെ കുറിച്ച് നമ്മുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ പറയുമ്പോൾ സത്യത്തിൽ പറഞ്ഞ എന്റെ കൈയുടെ രോമമൊക്കെ കഴിച്ച് പട്ടിമറ്റ അത്രയും നല്ലൊരു രോഗം നല്ല രീതിയിലുള്ളൊരു നല്ല രീതിയിൽ പ്രവർത്തനമാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ എന്റെ ഗോപാചേട്ടന്റെയോ അല്ലെങ്കിൽ എനിക്ക് കമ്മിറ്റിക്കാരുടെ അല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ്. ഇതിന് നിങ്ങളോട് എന്ത് നന്ദി പറഞ്ഞാൽ പോലും പറ്റൂല, എത്ര സ്നേഹം പറഞ്ഞാൽ നടക്കൂല. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് കറക്റ്റ് ആയിട്ട് മറുപടി പറയാം. ആ കേൾമാണി പറഞ്ഞ സൂട്ട് കേസില്, കേൾമാണിയുടെ സൂട്ട് കേസില് ആ സൂട്ട് കേസിൽ എല്ലാം ഉണ്ട്. അതായത് ഓരോ വൗച്ചറും കണക്കും റിപ്പോർട്ടും കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇവരെ ഏൽപ്പിക്കാൻ കാരണം നമ്മൾ സാധാരണ റിപ്പോർട്ട് വായിക്കുന്ന സെക്രട്ടറിയാണ്. പക്ഷെ റിപ്പോർട്ട് ഞാൻ വായിക്കാത്തത് ഇവർക്ക് എല്ലാവർക്കും ഓരോ റോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനും വായിക്കലും സംശയം പറഞ്ഞ് ശരിയാവുമല്ലോ എന്നോർത്താണ് ഇവരെല്ലാം ഏൽപ്പിച്ചത്. എന്തായാലും നമ്മൾ ഈ കമ്മിറ്റിക്കാരൊക്കെ സജീവമാണ്. ഇന്നലെ രാത്രിയാണ് 11 മണിക്ക് പോയ കമ്മിറ്റിക്കാരെല്ലാം വളരെ സജീവമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളും വളരെ സജീവമാണ്. എന്ത് പറഞ്ഞാലും വളരെ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്. സന്തോഷമുണ്ട്. ഈ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്ക് റിപ്പോർട്ടും പാസ്സാക്കാൻ നമ്മൾ എല്ലാവരും ഇവിടുന്ന് കൊടിയും തൊപ്പിയുമായിട്ട് പട്ടിമറ്റ ടൗണിലേക്ക് പോയിട്ട് ആ ടൗണിന് യാത്രയായിട്ട് ഇങ്ങോട്ട് വരും. അതിനുശേഷമാണ് നമ്മൾ കാപ്പി കുടിക്കുന്നത്. ഇവിടെ നമ്മൾ ഇവിടുന്ന് യോഗ
ഘട്ടമാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കയറുന്നത്. എല്ലാവരും താഴത്തേക്ക് പോകരുത്. ഇനി എല്ലാവരും തൊപ്പി പൊടിയേക്കായിട്ട് അങ്ങോട്ട് പോകും. ടൗണിൽ നിന്ന് ചുറ്റി ഇങ്ങോട്ട് വരും. എന്തായാലും തുമ്പിൽ പൊതുയോഗം പാസ്സാക്കണം സ്ഥലമുണ്ട്. പാസ്സാകുമല്ലേ പട്ടിമറ്റത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ വരത്തും പേടിച്ച് നിങ്ങളൊക്കെ കൈയടിക്കുമ്പോൾ ഞങ്ങൾ തിന്നു അല്ല സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞു. സ്നേഹർക്കൊരു കാര്യം പറയുമ്പോൾ നമ്മൾ കൂടാൻ പാടില്ലല്ലോ. പാസ്സാകുമല്ലേ. എന്നാൽ ഒരു കാര്യം പറയണോ, 8:30 മണിക്ക് 100 പേരോളം പങ്കെടുക്കണം പൊതുയോഗം കേരളത്തിൽ. നിങ്ങൾ പട്ടിമറ്റം മാത്രമായിരിക്കും. പുറത്തുള്ള ആൾക്കാരോട് കൂടി 200 പേരുണ്ടെന്നുള്ളത്. ആ 200 പേര് പങ്കെടുക്കണം. ഒന്ന് തിരുത്തി 200ഓളം പേര് പങ്കെടുക്കണം. 8:30 മണിക്ക് വരുന്ന ഒരേ ഒരു മിനിറ്റ് 100 മണിയാണ് പട്ടിമറ്റം. ഞാൻ എന്തായാലും ഇവിടെ വന്ന വനിതയുടെ പച്ചയാണ് ചെറിയൊരു മാച്ചിങ് എനിക്ക് കിട്ടി. എന്തായാലും ഇവിടെ ഒന്നും മുഖം കാണിച്ച് പോകാൻ അങ്ങനെയുള്ള മീറ്റിംഗ് 10 മണിക്ക് നല്ലതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ റിപ്പോർട്ട് വായിച്ചപ്പോൾ 26 പേജുള്ള റിപ്പോർട്ട് കഴിഞ്ഞു. അതിന് ജില്ലയെ കവച്ചു നോക്കിയ മേഖലയുടെ തിരഞ്ഞെടുപ്പും സംസ്ഥാനവും കേരളത്തിലെ മുഴുവൻ വ്യാപാരികളുടെ കാര്യങ്ങളും ഉൾപ്പെടുത്തി. മാത്രമല്ല പ്രവർത്തനങ്ങളുടെ കാര്യം ചികിത്സാ സഹായം 1.5 ലക്ഷം രൂപയോളം ചികിത്സാ സഹായങ്ങൾ ഞാൻ കണക്കിട്ടുള്ളത്. 1,40,000 രൂപയാണ് ചികിത്സാ സഹായങ്ങൾ, വയനാട് സഹായങ്ങൾ. സേനൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഒരു സംഘടന എന്ന് പറഞ്ഞാലും അംഗീകരിക്കുന്ന അംഗങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സംഘടനയുടെ ഗുണം. കാരണം നേതാക്കൾക്ക് പറയുവാനും അല്ലെങ്കിൽ അനുസരിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവില്ല. സംഘടനയ്ക്കും കമ്മിറ്റിക്കും തീരുമാനങ്ങൾ എടുക്കാം. തീരുമാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ സംഘടനയോട് ആത്മാർത്ഥതയുള്ള, സംഘടനയോട് സ്നേഹമുള്ള അണികളിലാണ് യൂണിറ്റുകൾക്ക് പ്രവർത്തനം ഉണ്ടാവുന്നത്. ഇവിടെ നേതൃത്വ ഗുണമുണ്ട്, അതുപോലെ തന്നെ അണികൾക്കും. ഈ രണ്ടും കൂടി ഒത്തുവരാൻ പലപ്പോഴും പാടാണ്. രണ്ടും ഉള്ളത് അണികളും നേതാക്കളും ഒരേപോലെ തോളിൽ കഴിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് പട്ടിമറ്റം. അതുകൊണ്ട് തന്നെ ഞാൻ പുറമേക്കാൻ ഇതിലെ വന്ന് കയറി പോകാമെന്ന് ദൈവമായ പ്രസംഗത്തിനോടൊന്നും പോകുന്നില്ല. അമീർക്കാട് ഈ പ്രസംഗങ്ങൾ കേൾക്കാനുണ്ട്. സേനക്കാട് ഗോപാലിൻ്റെയൊക്കെ ബാക്കിയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനുണ്ട്. അപ്പോൾ നാളിതുവരെ യൂണിറ്റ് തലങ്ങളിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ച ഈ യൂണിറ്റിലെ എന്ത് പ്രശ്നമില്ലെങ്കിലും ഞങ്ങളെല്ലാം അപ്പം തന്നെ വിളിച്ചറിയിച്ച ഒരു ജില്ല ഒരു പരിപാടികൾ ഏറ്റവും ആദ്യം നടത്തുന്ന യൂണിറ്റുകൾ ചുരുക്കുക. ഒരു ഫ്ലക്സ് അടിക്കുന്ന കാര്യം ഞങ്ങൾക്ക് മാധ്യമം കാണിച്ചു തരുന്ന യൂണിറ്റ് ഭാരവാഹികളെ മൊത്തം പ്രശംസിച്ചുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങളെയും കാരണം 2 കൂട്ടരും തുല്യരാണ് എന്ന് ഒരിക്കലും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടെ ഈ വാർഷിക പൊതുയോഗം ഔദ്യോഗികമായിട്ട് കാണാൻ ചെയ്തായിരിക്കണം. യാത്രയുടെ അനുവാദങ്ങൾ മാത്രം എല്ലാവരും എല്ലാ ഭാവുകങ്ങളും വരികയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 8:30 മണിക്ക് ഇതുപോലൊരു പൊതുയോഗം തുടങ്ങാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അത് നിങ്ങളുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു സംഘടിതമായ ഒരുക്കം, അത് മാത്രമാണ് ഇതിൻ്റെ വിജയം. എനിക്ക് തോന്നുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. 3 മണി എന്ന് പറഞ്ഞാൽ 4 മണിയാണ്, 10 മണി എന്ന് പറഞ്ഞാൽ 11 മണിയാണ്. എന്നെ 8 മണിക്ക് വിളിച്ചു. 8:45 പതാകയുള്ളൂ. ഞാൻ 9 മണിന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ 9 മണിയാകുമ്പോൾ എത്താം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. വ്യാപാരി വരുമ്പോൾ അവരുടെ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പോരാൻ പറ്റുക. അപ്പോൾ കൃത്യം 8 മണിക്ക് വിളിച്ചു, 8:45 എത്തണം. 8:30 വിളിച്ചു. ഇതുപോലൊരു ഫോളോ ഈ കാര്യത്തിന് മാത്രമല്ല കേട്ടോ, യുവജനങ്ങളുടെ കാര്യത്തിലായാലും ജില്ലയുടെ കാര്യത്തിലായാലും എനിക്ക് ഒരു ദിവസം ഒരു ചെറിയൊരു 2 പ്രാവശ്യം ഞാൻ ഓരോ കാര്യങ്ങളും. അത്രയും സംഘടന സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ആശാൻ. അതിനെ നയിക്കാൻ നിങ്ങളും അതിന് മുന്നിൽ നിൽക്കാൻ ഗോപാലനോടൊപ്പം ആ സംഘടനയുടെ വിജയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മ, നിങ്ങളുടെ ഈ സഹകരണം ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ ഒത്തൊരുമയുടെ ഒരു കൈയും ഒരു മെയ്യുമായി തന്നെ ഈ സംഘടന പട്ടിമറ്റത്ത് ഇതുപോലെ നാട്ടിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരട്ടെ. ആ വളർച്ചയ്ക്ക് നിങ്ങളേവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകട്ടെ. ഞാൻ കൂടുതൽ പറയുന്നത് എന്നോട് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞത് 2 വാക്ക് 2 മിനിറ്റ്. അപ്പോൾ അടുത്തൊരു പരിപാടി ഇവിടെ ഉണ്ട്.
അപ്പോൾ അതിന് കൃത്യമായ സമയബന്ധിതമായിട്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സാധിക്കേണ്ടി എല്ലാവിധ പിന്തുണയും ഞാൻ ഇതോടൊപ്പം പറയുന്നു. മാത്രമല്ല കുന്നത്തനാട് നിയോജകമണ്ഡലത്തിൻ്റെ ഏതൊരു കാര്യത്തിനും മുന്നിൽ നിന്നും നല്ല രീതിയിലുള്ള സഹകരണവും നല്ല നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ എന്നും ഒരു മുന്നണി പടയാളിയായിട്ട് നിൽക്കുന്ന അസൈനിക ഗോപാലജയ്ക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു. അതിനോടൊപ്പം നിങ്ങൾ നൽകുന്ന പിന്തുണയും തുടർന്നും ഉണ്ടാകട്ടെ. വ്യാപാരികൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഗോപാലജനൊക്കെ നിരന്തരം പറയാനുള്ള വഴിയോര കച്ചവടം, ഓൺലൈൻ കച്ചവടം, നമ്മുടെ സ്കൂൾ തുറക്കാൻ സ്കൂളിൽ ഉള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ നമ്മുടെ കടകളിൽ കച്ചവടം കുറയുന്ന രീതിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടമായി നമ്മളതിൻ്റെ നിലപാടുമായി മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. അതിന് സഹകരണവും കാഴ്ചപ്പാടും വീക്ഷണവും എല്ലാം ഉണ്ടാവണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹമീദ്, ജില്ലാ പ്രസിഡന്റ് ശ്രീ PC ജേക്കബ്, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ DV ഗോപാലൻ അടക്കമുള്ള
സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ അണിനിരക്കുന്ന വമ്പിച്ച പ്രകടനമാണ് ഇതുവഴി കടന്നു വരുന്നത്. അടക്കമുള്ളവ എല്ലാ അംഗങ്ങളും കൃത്യമായിട്ട് നമ്മുടെ വ്യാപാര ഭവനിൽ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ട് നമ്മളൊക്കെ അകത്തേക്ക് കയറേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. വ്യാപാരി വ്യവസായിയുടെ തട്ടിമുട്ടിൽ നേരിടുന്ന അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചെയ്തിയെല്ലാം തന്നെ നമ്മുടെ വ്യാപാര ഭവനിൽ ഏൽപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കാലിലേക്ക് കയറുന്നതാണ്. Maya
ഗജമൂലം നീനച്ചു നാം രാഗത്തിൽ മൃദംഗത്തിൽ സംഗീത വിധികൾക്കനുകൂലത്തിൽ കുമ്മിയടിച്ചിടണം നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം കൽപ്പകവല്ലി കനകലതി സഖി കാമവതാതി കലാഭവതി കൽപ്പകവല്ലി കനകലതി സഖി കാമവതാതി കലാഭവതി ഉൽപ്പലമാലേ നടനത്തിൽ ഉദ്യോഗശീലേ മഞ്ചേശ്വരിക്കൽ കൊടുചാരേ ആവേശം കൊടുപ്പതു ചാരേ നിനയ്ക്കുമ്പോൾ സ്വൽപ്പമിര കൽപ്പദ്രവ മൽപ്പാകിര കൽപ്പാകിര കൽപ്പലി ദോഷം വളർത്തിടുവാൻ ഇന്ന് ശില്പമായി കുമ്മിയടിച്ചിടണം ഗുരുജന ദൈവത വിശ്വാസവും സർവഗുണദോഷജ്ഞാനവും ഔദാര്യവും ഗുരുജന ദൈവത വിശ്വാസവും സർവഗുണദോഷജ്ഞാനവും ഔദാര്യവും പരിതാപം നീക്കും കടാക്ഷവും കരുണയും വാക്കും ധർമ്മത്തിങ്കൽ പരമൊരു നോക്കും ഭാഗ്യശ്രീകൾ ചിരമുള്ളവാക്കും സാമ്രാജ്യവും പുഷ്പല്ലിത് വായിക്കുന്നത് പാർക്കും പൊഴുതാർക്കുന്ന യോഗ്യം സഭയിൽ നടിച്ചിടും നന്നു ഭാഗ്യം നമുക്കുനതാങ്കിമാരേ ശ്രീമദാനന്ദപുരത്തിൽ വാഴും സ്വാമി ശ്രീ പത്മനാഭന്റെ പാദപത്മം നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തിക്കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം മംഗളം മംഗളം കോസലേന്ദ്ര മംഗളം മംഗളം രാമചന്ദ്ര ശ്രീരാമചന്ദ്ര രഘുരാമചന്ദ്ര ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം ജയമംഗളം നിത്യശുഭമംഗളം മംഗളം മംഗളം നമ്മുടെ രണ്ടാമത്തെ യോഗ നടപടി ആരംഭിക്കുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് എല്ലാവരും അകത്ത് കടന്നിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ യോഗത്തിന്റെ ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യമേ എല്ലാവരും ഒരു മിനിറ്റ് ഈശ്വര പ്രാർത്ഥന. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് ഈ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ എല്ലാ പ്രിയങ്കരമായ ബിജുകുമാറാണ്. അദ്ദേഹത്തെ ആ ചടങ്ങ് നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊടുക്കുന്നത്. വേദിയിൽ സദസ്സിലുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിമറ്റം യൂണിറ്റിന്റെ 43ാം വാർഷിക ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ഇവിടെ ഭംഗിയായിട്ട് നടന്നു. ഈ യൂണിറ്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അതിൻ്റെ റിപ്പോർട്ട് അവതരണവും എല്ലാം ഭംഗിയായി തന്നെ നിർവഹിച്ചു. അതിൻ്റെ തുടർ ചടങ്ങുകളാണ് നിലയ്ക്കാണ് ഈ പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം. നമ്മുടെ ഈ യൂണിറ്റിന്റെ സവിശേഷതകൾ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നവരുടെ യോഗ്യത ഒന്ന് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ അയോഗ്യ പുരുഷോ നാസ്തി നാസ്തി മൂലം അനവസരം യോജനസ്ഥേന ദുർലഭം. അതാണ് ദുർലഭമല്ലാത്തതാണ് ശരിക്കും യോജനസ്ഥേന.
എന്താണ് അയോഗ്യ പുരുഷനാസ്, അയോഗ്യരായ ഒരു പുരുഷന്മാരോ ഒരു സ്ത്രീകളോ നമുക്ക് ഇവിടെയില്ല. ഇവിടെ പിറന്നു വീഴുന്ന എല്ലാവരും എല്ലാത്തരം യോഗ്യതകളും ഉള്ളവരാണ്. നാസ്തി മൂലം അനവക്ഷരം. ഒരു സസ്യജാലങ്ങൾ പോലും ഔഷധങ്ങളില്ലാത്തതല്ല. എല്ലാ സസ്യജാലങ്ങൾക്കും ഔഷധ ഗുണമുള്ളതാണ്. എന്തിനാണ് കുറവ്? അവരെ കൂട്ടി യോജിപ്പിക്കുന്നതിലാണ് കുറവ്. അങ്ങനെ ഉള്ളവരാണ് നിലവിൽ കുറവ്. യോജകസ്തേന ദുർലഭം. ആ വാക്യം നമുക്ക് നമ്മുടെ യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു യൂണിറ്റായിട്ട് മാറുന്നതിൽ യോജകസ്തേന നമ്മളെ വേണ്ടും വിധം യോജിപ്പിക്കാൻ കഴിവുള്ള ഹസ്തങ്ങളുള്ളവർ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്രീ അസനാനികയും ശ്രീ ഗോപാലനും. അതുപോലെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഇതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റ് യൂത്ത് വിംഗ് അംഗങ്ങൾ, വനിതാ വിംഗ് അംഗങ്ങൾ. എല്ലാവർക്കും പരസ്പരം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു യൂണിറ്റായി നമുക്ക് ഈ പട്ടിമറ്റം യൂണിറ്റിനെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ വളരെയധികം കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ച് പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്താണ് നമ്മൾ ഇത്രത്തോളം വളർന്നത്. ഇനിയും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം വളരെ ദീർഘവീക്ഷണത്തോടെയും രാവിലെ നമ്മുടെ സ്വാഗതപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇനിയും മുന്നോട്ട് നീങ്ങാനുള്ള പല പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നടത്തിയിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ സംഘടനാ പ്രവർത്തനം ഈ പട്ടിമറ്റം പ്രാന്തപ്രദേശത്ത് ഇതൊരു വെറും സംഘടനയല്ല, ഈ സമൂഹത്തിന്റെ ഈ സമാജത്തിന്റെ ഒരു സംഘടനയായി മാറി എന്നുള്ളതും മാറ്റപ്പെടേണ്ടതുമാണ്. ഈ സമാജത്തിന്റെ എല്ലാവിധമായ ഉയർച്ചയ്ക്കും എല്ലാവിധമായ ഐശ്വര്യത്തിനും അവരുടെ എല്ലാ വിഷമങ്ങൾക്കും മുന്നിൽ നിന്ന് അവരെ നയിക്കേണ്ട ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി എന്നുള്ള പരമാർത്ഥം നമ്മുടെ ഈ സമാജത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം പറയുക എന്നുള്ള തത്വത്തിൽ ഞാൻ കടന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രൗഢമായ സദസ്സിൻ്റെ യോഗാധ്യക്ഷൻ നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ ഒപ്പം നിന്ന് നമ്മളോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ശ്രീ വി ഗോപാലയുടെ അദ്ദേഹമാണ് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ്. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ അബ്ദുൽ ഹമീദ് അവർ. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം നമ്മുടെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും അനുവാദത്തോടും ഹർഷാരവത്തോടും അദ്ദേഹത്തെ ഈ പട്ടിമറ്റം യൂണിറ്റിലേക്കും പട്ടിമറ്റത്തിൻ്റെ ഗ്രാമത്തിലേക്കും സ്വാഗതം ചെയ്തു പോകുന്നു. സ്വാഗതം സുസ്വാഗതം. അടുത്തത് നമ്മുടെ ആദരണീയ ജില്ലാ പ്രസിഡന്റാണ് ശ്രീ PC ജേക്കബ്. അദ്ദേഹത്തെ ഈ യൂണിറ്റ് അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെ. ഈ യൂണിറ്റിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഓരോ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ഓരോ ദിവസത്തെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ ഇന്നത്തെ ചടങ്ങിൽ യൂണിറ്റിൻ്റെ പെൻഷൻ വിതരണത്തിന് വേണ്ടി സംസ്ഥാന ശ്രീ CS രാമചന്ദ്രൻ ജില്ലാ സെക്രട്ടറി, അദ്ദേഹമാണ് നമ്മുടെ പെൻഷൻ വിതരണം നടത്തുന്നത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. ചികിത്സാ സഹായം കൊടുക്കുന്നതിന് PS അജ്മൽ ഇവിടെ വന്നിട്ട് പോയതാണ്. നമുക്ക് നമ്മുടെ രാവിലത്തെ സെഷനിൽ ഉദ്ഘാടനം കഴിഞ്ഞിൽ പോയി. അദ്ദേഹമായിരുന്നു ഉച്ച കഴിഞ്ഞുള്ള ഈ ചടങ്ങ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. മുതിർന്ന വ്യാപാരികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ജിമ്മി ചക്കർ അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിനും
ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ കലാപ്രതിഭയ്ക്ക് മൊമെന്റ് കൊടുത്ത് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് നമ്മുടെ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ AP കുഞ്ഞുമുഹമ്മദ് അവர்களാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി നമുക്ക് നമ്മുടെ ഏവരെയും ദുഃഖത്തിലായിട്ട് നമ്മളോട് വിട പറഞ്ഞ ശ്രീ NK ഗോപാലൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ പേരിൽ നമ്മളൊരു എൻഡോമെന്റ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അത് ഇവിടെ കൊടുക്കുന്നു. ഇതിന്റെ കൊടുക്കുന്ന ആ ചടങ്ങ് നമ്മുടെ ആദരണീയ സെക്രട്ടറി ശ്രീ TP അസൈനരൊക്കെയാണ് നിർവഹിക്കുന്നത്. അസൈനരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ യൂണിറ്റിനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് ഇനി പറയുന്നതോറും ശങ്കരാചാര്യ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ എല്ലാമായ TP അസൈനർക്കാർക്കും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം. നമ്മുടെ ഈ യോഗത്തിൽ നിന്ന് പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ ശ്രീ CG ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ സോണി ചേട്ടൻ നമ്മുടെ കിഴക്കമ്പലം യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. അതുപോലെ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെയും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ EP സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ രജി പോൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ജയ പീറ്റർ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റാണ്. അവരെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം. ശ്രീ റോയി, മണ്ഡലം ട്രഷറർ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം. ശ്രീ AC അനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം. ശ്രീ പ്രമോദ്, യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം. ശ്രീമതി ലിസി പൗലോസ്, വനിതാ വിംഗ് മണ്ഡലം പ്രസിഡന്റ്, അവരെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം. ശ്രീനാഥ്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KC അനിൽകുമാർ, മണ്ഡലം സെക്രട്ടറി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജി പ്രദേശ്, നമ്മുടെ യൂണിറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. MI ബാബു, നിയോജക മണ്ഡലം സെക്രട്ടറി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ TP റോയി, നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഭരണാധികാരി. നമ്മുടെ പുതിയ ചുമതല നിശ്ചയിക്കുന്നതിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീ TP റോയി അവരുടെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രദീപ് ജോസ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജംഷീർ, യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് നമുക്ക് രണ്ടുപേരും എത്തിയിട്ടുണ്ട്. രണ്ടുപേരല്ല, നമ്മളുടെ കൂടെ നമ്മളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അവർ. ശ്രീ മാത്യു വിപ്പൻ സാർ, പോളിക്രോസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ CK അയ്യപ്പൻകുട്ടി ചേട്ടൻ, നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പ് നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഇന്നത്തെ സംഘാടക സമിതിയിലുള്ള എല്ലാ വനിതാ വിംഗ് അംഗങ്ങൾക്കും യൂത്ത് വിംഗ് അംഗങ്ങൾക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട
ഈ വ്യാപാരി വ്യവസായി കേരള സംസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റും തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റുമായ ശ്രീ ഹമീദ് സാർ അവരുടെ, എറണാകുളം ജില്ലയുടെ ആരാധനായ പ്രസിഡന്റ് CPC ജേക്കബ് അവരുടെ, കുന്നത്താട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ KC പൊന്നുകുമാർ അവരുടെ, ഈ വേദിയിലുള്ള എന്റെ സുഹൃത്തുക്കളായ വ്യാപാരി വ്യവസായ നേതാക്കളെ ആരും നേരിട്ട് മാനസിക സമയക്കുറവുകൊണ്ട് ഞാൻ വിളിപ്പിക്കുന്നില്ല. എല്ലാ സുഹൃത്തുക്കളായ നേതാക്കളെ, സുഹൃത്തുക്കളെ, വനിതാ സംഘത്തിന്റെ ഭാരവാഹികളെ, യൂത്ത് വിങ്ങിന്റെ ഭാരവാഹികളെ, മറ്റു സ്നേഹിതരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആത്മാർത്ഥ്യം നിറഞ്ഞ മുമ്പേ ഈ സംഘടനയെ പറ്റി ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യം ഉള്ളത് അഭിസാറിനാണ്. ഈ കേരളം മുഴുവനും സഞ്ചരിച്ച് വ്യാപാരി വ്യവസായികളുടെ ക്ഷേമത്തിനും സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു മാൻ വ്യക്തിയാണ് ശ്രീ അഭിസാർ. പക്ഷെ അദ്ദേഹത്തിന് പട്ടിമറ്റത്തിന്റെ പ്രവർത്തനത്തെ പറ്റി ഒരു 2-3 വാക്ക് പറയാതിരിക്കാൻ നോക്കിയില്ല. ഞാൻ മനസ്സിലാക്കാൻ നോക്കിയില്ല. സാർ, ഈ പട്ടിമറ്റം ഒരു പ്രത്യേക യൂണിറ്റാണ് സാർ. ഈ പട്ടിമറ്റം അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു യൂണിറ്റ് അല്ല. അതെ, ഈ പട്ടിമറ്റത്തിൽ യാദർശികമായിട്ട് അതിന്റെ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ 1997 ഒരു പൊതുയോഗത്തിൽ എന്റെ കുറെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇവിടെ മാഡയാനിസ്റ്റുന്ന സ്കൂളിൽ പോകും. അവിടെ വെച്ച് അവരുടെ നിർബന്ധപ്രകാരം ഇതിന്റെ പ്രസിഡന്റായ ഒരാളാണ് 97-28 പക്ഷെ ഞാൻ മനസ്സിലോടെ പ്രസിഡന്റാണ് ഏറ്റു. പിറ്റേ ദിവസം പോയി, അന്ന് ലോകങ്ങളെ 24 പിറ്റേ ദിവസം പോയി ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ചാർജെടുക്കാൻ നോക്കി ചെന്ന് പട്ടിമറ്റത്തിലേക്ക് എടുക്കാൻ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റിലൊരു കൊച്ചു മുറിയിൽ ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് പട്ടിമറ്റം. അവിടെ ഒന്നും വേറെ ഒന്നുമില്ല. അന്ന് അവിടെ ചെന്ന് യോഗങ്ങളൊക്കെ തുടങ്ങി. എനിക്ക് വേറെ പോകാൻ എന്നെ അനുവദിച്ചില്ല. അവിടെ ഇരുന്നത് നിർബന്ധം വെച്ചു. പിന്നെ തെരഞ്ഞെടുപ്പിന് വന്നാലും ആദ്യമായിട്ട് എൻ്റെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനാണോ എന്നെ വിളിച്ചിരുന്നത്, നിങ്ങൾക്ക് ഉത്തരവാദിയാപ്പിക്കാനാണോ വിളിച്ചതന്നെ എന്ന് പറഞ്ഞ് എന്റെ സുഹൃത്തോടെ ഇവിടെ പറഞ്ഞു. അല്ല, എനിക്ക് പറഞ്ഞിരുന്നു. വേഗം ഒരു പേര് വന്നു, വീണ്ടും വന്നു. അങ്ങനെ ഈ യൂണിറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിൽ കൂടി ഒരു അധികാരത്തിൽ വന്ന ഒരു പ്രസിഡന്റാണ് ഞാൻ. ഞാൻ ഒരാളോടും നിന്നിട്ടില്ല. ഞാൻ നിൽക്കുന്നവരും പറഞ്ഞില്ല, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല, എനിക്ക് ഈ ചുമതല വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ എന്റെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് അവിടെ വഴങ്ങി വോട്ട് ചെയ്തപ്പോൾ 93 വോട്ട് ചെയ്തു. 68 എനിക്ക് 93 വോട്ട് ചെയ്ത് 68 എനിക്കും എന്റെ സുഹൃത്ത് വേണ്ടതിന് 31 കിട്ടി. അങ്ങനെ ഞാൻ ഔചാരികമായിട്ട് പ്രസിഡന്റായി. ആ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഒരു കച്ചവടക്കാരനോടും ആവശ്യപ്പെട്ടില്ല. ഒരു കച്ചവടക്കാരനോട് അവർ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം ചാർജ് എടുക്കാൻ വേണ്ടി ഞാൻ ചെന്നു. എന്റെ റിക്കാർഡൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അന്തം വിട്ട് പോയിരുന്നോ. 15 കൊല്ലം എന്റെ സുഹൃത്തുക്കള്, എന്നെക്കാളും 10 മടങ്ങ് മിടുക്കന്മാരായ സുഹൃത്തുക്കൾ ഭരിച്ച ഈ കൊച്ചു യൂണിറ്റില് 15 കൊല്ലത്തെ ആകെ കണക്ക് കടന്നില്ല. ഒരു 40-50 എല്ലാവരും കുക്കറിന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കണക്കുകൾ പരിശോധിച്ചപ്പോൾ അതിന് കിട്ടിയ കണക്ക് ഈ 15 കൊല്ലത്തെ കണക്കാണ്. 4000 രൂപ വരവ്, 5000 രൂപ ചെലവ്. 4500 ആകെ വാല്യൂരോട് വരവ്, 5000 രൂപ ചെലവ് പ്ലസ് 500. എന്റെ പ്ലസ് 500 500 വാടക മുറിയില്ല. ആ മാസം വാടക അടക്കണമെങ്കിൽ 500 വേണം. ഏപ്രിൽ 21 ദിവസമാണ് ഈ യോഗം നടത്തുന്നത്. ഓർത്തേക്കാം. അന്ന് യോഗം നടന്നപ്പോ ഞാൻ ചോദിച്ചു, എന്നെ പറഞ്ഞ ഭാരവാഹികളോട് ചോദിച്ചു, അപ്പൊ യോഗിന്റെ ഈ കാര്യം അത് നടന്ന പാർട്ടിയെ നടത്തുമ്പോ കൊല്ലപ്പെടാ നമ്മളെന്ത് ചെയ്യും? വാടക ഈ 30 വാടക നിങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത്? അതറിയാൻ പാടില്ല. നോക്കാം, നമ്മുടെ കൈ പറ്റിട്ടാണല്ലോ, നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നതാണ് നമ്മളാണ് ഈ ഇതിന്റെ ആരംഭം കൊടുത്തത്. നമ്മുടെ ഈ സംഘടനയുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ വലുതാണ്. ഇവിടെ ജാതിയോ മതോ രാഷ്ട്രീയോ ഒന്നും ഞങ്ങളുടെ സംഘടനയിലില്ല. ഞങ്ങൾ അതിന് പ്രകടിപ്പിക്കുന്നില്ല. ഞങ്ങൾ എന്ത് കാര്യം ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഉദാഹരണം ഞങ്ങൾ പറയാറുണ്ട്. മനസ്സാവും 30 കൊല്ലം
ഇന്ന് ഞാൻ ഈ മേഖലയുടെ വൈസ് പ്രസിഡന്റാ. ഓറഞ്ചേരി മേഖല പഞ്ചായത്ത് പോലെ 21 വൈസ് പ്രസിഡന്റ് ഞാനാണ്. ഞാൻ പല യൂണിറ്റിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചിലപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ 2 കൊല്ലം തികച്ച ഒരു യൂണിറ്റിലും സെക്രട്ടറിയും പ്രവർത്തകരുടെ ഒരുമിച്ച് പോകാൻ സാധിക്കില്ല. പല യൂണിറ്റിലും സാധിച്ചിട്ടില്ല, പല യൂണിറ്റിലും പല ജില്ലയിലും സാധിച്ചിട്ടില്ല. എങ്ങനെ സെക്രട്ടറി പ്രസിഡന്റ് ഒരു ട്രെയിനിങ് പൂർത്തിയാക്കാൻ ജില്ലയ്ക്കാണ് 3 കൊല്ലം, നമ്മുടെ യൂണിറ്റിനാണ് 2 കൊല്ലം. അതിന് ഒരുമിച്ച് പോകാൻ സന്മനസ് കാണിക്കാൻ യോഗ്യനുള്ള സെക്രട്ടറി പ്രസിഡന്റ് വളരെ കുറവാണ്. ആ സ്ഥലത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഈ സ്ഥാപനത്തെ 30 വർഷം തികയുന്നത് പ്രസിഡന്റ് ഞാനും എന്റെ സെക്രട്ടറി. 30 വർഷം സെക്രട്ടറി പ്രസിഡന്റ് നടക്കാൻ പ്രവർത്തിക്കാൻ ഇനി കേരളത്തിൽ വരാനിരിക്കുന്നതല്ല. ഈ ഞങ്ങളുടെ വരുമാനത്തിന് മുഖ്യ പങ്കും ഇവിടെ വേദന അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാനോ സെക്രട്ടറിയോ നിങ്ങൾ ഞങ്ങളുടെ പരിശോധിക്കാം. ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്. 1 രൂപ, ഒരു 100 രൂപ പൈസ പോലും ഞങ്ങൾ ഇതിനകത്ത് കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളുടെ DO DSC ആയിട്ട് 1 രൂപ പോലും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. അത് വെല്ലുവിളിച്ചവരാ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് പ്രസിഡന്റ് ഓടി എടുത്താലാണ് ഞങ്ങളുടെ 1 രൂപ ഞങ്ങൾക്ക് ഞങ്ങളുടെ കളയാനില്ല. നിങ്ങളെ സെന്റിമെന്റ് നമുക്ക് പ്രസിഡന്റ് സെക്രട്ടറി 1 രൂപ അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം. ആദ്യമായിട്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും ഈ ഒരു യൂണിറ്റിൽ വരുന്നതും. ഈ ഒരു പ്രദേശത്തു കൂടി ഞാൻ കടന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. വർഷങ്ങളായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സംഘടനയുടെ ചിട്ടവട്ടങ്ങളും പ്രവർത്തന രീതികളും ഒക്കെ മനസ്സിലാക്കി പരമാവധി ആർക്കും പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മള് സംഘടന എന്നുള്ള നിലയ്ക്ക് സംഘടനയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെ ഈ യൂണിറ്റിനെ കുറിച്ച് ഗോപാലൻ ചേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിലെനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയൊരു കാര്യം, കഴിഞ്ഞ 30 വർഷമായി ഞാനും എൻ്റെ ജനറൽ സെക്രട്ടറിയും ഒറ്റ മനസ്സായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അത് തന്നെ ആയിരിക്കണം ഈ യൂണിറ്റിന്റെ പ്രവർത്തന വിജയവും. ഒരാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ മറ്റാൾ അങ്ങോട്ട് വലിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുമിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കും. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിച്ചു. നമ്മുടെ ഏകോപന സമിതിയുടെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാനത്തൊട്ടാകെ ലക്ഷക്കണക്കിന് വ്യാപാരികളും 3500ഓളം യൂണിറ്റുകളും ഉള്ള ഒരു വലിയ ബൃഹത്തായ സംഘടനാ സംവിധാനം. നമ്മൾ ഏതൊരു യൂണിറ്റിൽ പോയാലും പഴയകാല പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അങ്ങനെ പൂർവികരായിട്ടുള്ള ഒട്ടനവധി പേരുടെ ആത്മാർത്ഥമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ഈ സംഘടനാ സംവിധാനം രൂപപ്പെട്ടിട്ടുള്ളത്. എന്നോട് ചില വ്യാപാരികള് തമാശ രൂപേണ പറയാറുണ്ട്, പ്രസിഡന്റ് ഏതെങ്കിലും ഹർത്താല് ശനിയാഴ്ച വന്നാല് നിങ്ങൾ എതിർക്കരുതില്ല. ശനിയാഴ്ച വന്നാൽ അതൊരു നടന്നോട്ടെ, ശനി ഞായറൊന്ന് ടൂർ പോകാനാണ്, സമാധാനമായിട്ട് പോകാനോ, വേറെ ആരും തുറക്കൂലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മുടെ കട മാത്രം അടഞ്ഞു കൊടുക്കും, ബാക്കിയുള്ളവരൊക്കെ കച്ചവടം ചെയ്യും. സ്നേഹം കൊണ്ടായാലും എന്തുകൊണ്ടായാലും അത് നമുക്കൊരു പ്രയാസമാണ്. ഏത് നമ്മൾ അടച്ചിടുക, മറ്റുള്ളവർ കച്ചവടം ചെയ്യുക. അത് നമുക്ക് ഇപ്പോഴാണ് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കഴിഞ്ഞ ഒരു നോട്ട് നിരോധനം മുതൽ പിടിച്ചാൽ വ്യാപാരികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം കച്ചവടത്തിന്റെ കുറവാണ്. കച്ചവടം കുറയുമ്പോൾ അവന്റെ വരുമാനം കുറയുന്നുണ്ട്, അവന്റെ വരുമാനത്തിന്റെ കുറവാണ്. പല വ്യാപാരികളും കച്ചവടം പേരിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ശരി. കൂട്ടിയിട്ടാ നാട്ടുകാർ എന്താ വിചാരിക്കുക? പരസ്പരം മുട്ടുന്നില്ല. അവന്റെ 1 മാസത്തെ വരുമാനം എടുത്തു വെച്ചാൽ
വാടക കൊടുത്തു, ശമ്പളം കൊടുത്തു, ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, എല്ലാം അടച്ചു. കഴിഞ്ഞു വരുമ്പോ മുതൽ നിങ്ങൾ കുറച്ച് കുറയും. ലാഭം എന്ന് പറയുന്ന സാധനം പ്രവർത്തന ചെലവിന് തികയാത്ത അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വ്യാപാരികൾ എന്ന് പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ വ്യാപാരികളെ സഹായിക്കാനായി ഒരുപടി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയപ്പോ എന്താ ഗുണം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപാരികൾക്ക് കുറെ ഗുണമുണ്ടായി, അതോടൊപ്പം ഞങ്ങൾക്ക് ജോലി ഉണ്ടായി. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്താലും സാമൂഹിക സംഘടനകൾ എടുത്താലും ഒക്കെ പഴയതുപോലെ ചെറുപ്പക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. നമ്മുടെ സംഘടനയിൽ അത് കൂടുതലാണെന്ന് പറയേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? മക്കള് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ മക്കളെ നമ്മൾ സ്നേഹിക്കണം. വെറുതെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്റെ മോനെ എന്ന് പറഞ്ഞ സ്നേഹാവോ? അവനോട് കാണിക്കണ്ടേ? ഇപ്പുറം വന്നിട്ട് അയൽവാസിയോട് പറയും അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം, നേരത്തെ നേരണ്ട എവിടെ എഴുതാൻ പറ്റുന്ന ഇതല്ല. ഈ പ്രശ്നം ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നല്ല, അവിടെ ഉണ്ട് തൃശ്ശൂരിട്ടാ. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പുതിയ തലമുറ ആളുകൾ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ മൊബൈൽ ഷോപ്പുകൾ, അവർക്ക് പറ്റിയ കടകളാണ് അവര്. നിങ്ങൾ പലയിടത്ത് നോക്കിക്കണമെന്ന് പറഞ്ഞാൽ അവർ വരില്ല. അവരെ സ്റ്റാൻഡേർഡ് എന്താ? അവർ ജനിച്ചു വളർന്നപ്പോ കണ്ട കാര്യങ്ങളിൽ നല്ലത് എന്ന് അവർക്ക് തോന്നിയത്, അതാണ് അവരുടെ സ്റ്റാൻഡേർഡ്. അപ്പൊ അവർ ആ രീതിയിൽ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് കൂടി നല്ലത് എന്ന് തോന്നുന്ന രീതിയിൽ സംഘടനാ പ്രവർത്തനത്തെ ഡൈവേർട്ട് ചെയ്യാൻ, മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സംഘടനയുടെ ഈ കാലഘട്ടത്തിലെ വ്യത്യാസമാണ്. അവിടുന്നാണ് വഴി പട്ടിമറ്റത്ത് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ സംഘടന ഈ കാലഘട്ടത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് എല്ലാ തലത്തിലും മാറ്റങ്ങൾ ഉണ്ടായി. ഉദ്യോഗസ്ഥ പീഡനം കുറഞ്ഞു, തൊഴിലാളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു, സാമൂഹിക ദ്രോഹികളായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു. എന്തിനേറെ നമ്മുടെ കടയിൽ സംഭാവന പിരിക്കാൻ വരുന്നവരുടെ എണ്ണം പോലും കുറഞ്ഞു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ എന്ത് വേണം? യുവാക്കൾക്ക് കൂടി ഗുണകരമായ രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ കുറെ കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതാണ് പല ജില്ലകളും, ഞങ്ങൾ മാത്രമല്ല പല ജില്ലകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, അതിനൊരു അടിസ്ഥാനമുണ്ട്. അത്തരത്തിൽ പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ പരസ്പരമുള്ള വഴക്കുകൾ ഇല്ലാതിരിക്കണം, ഒറ്റക്കെട്ടായിരിക്കണം. ഒറ്റക്കെട്ടായിരുന്നില്ലെങ്കിൽ എന്താണ്? എന്ത് നല്ലത് ചെയ്യാൻ പോയാലും ഞാനിപ്പോ 1000 ഉറുപ്പിക എടുത്തിട്ട് ഇദ്ദേഹത്തിന് വെച്ചോന്ന് പറഞ്ഞ് തരാൻ പോയി കഴിഞ്ഞാൽ അപ്പ പുറകിൽ വിളിക്കും. ഈ പ്രശ്നം ഒരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നത്തെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ നിൽക്കില്ല, കുത്തക വ്യാപാരങ്ങൾ നിൽക്കില്ല, നമുക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് നിലനിൽക്കണമല്ലോ, അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആലോചിക്കുന്നുണ്ട് ആരെങ്കിലും? ആരാലോചിക്കുന്നു? നമ്മുടെ കുഴപ്പം എവിടെയാണെന്നറിയോ? ഒറ്റ മുറിയിൽ കച്ചവടം ചെയ്യുന്നതിന്റെ നേരെ മുന്നില് 4 മുറിയിൽ അതേപോലെ ഒരു കച്ചവടം വന്നാ ഇവന്റെ കാറ്റടിച്ചിട്ട പോലെ ഇല്ലേ പോയി, വലിയ പിടി വന്നു, എന്റെ കാര്യം പോക്കാണിത്. അങ്ങനെ ചിന്തിക്കുന്നവരാണ് 90% കച്ചവടക്കാർ. അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറയുന്നു, ഇവിടെയുള്ള ഓരോ കച്ചവടക്കാരനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങളുടെ കടയില് സ്ഥിരമായി സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലെ? അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങളുടെ കടയിൽ മാത്രം വന്ന് വാങ്ങുന്നത്. അത് നിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സന്തോഷമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റി. ഒരു പക്ഷേ നിങ്ങളുടെ സംസാരമാകാം അയാൾ ആകർഷിച്ചത്, ഒരു പക്ഷെ നിങ്ങളുടെ വെറും ഒരു പുഞ്ചിരിയായിരിക്കാം അയാൾ ആകർഷിച്ചത്, ഒരു പക്ഷേ നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഒരു കഴിവ്, ഒരു പ്രത്യേകത അതുണ്ട്. നമ്മുടെ കയ്യിലുള്ള പ്രത്യേകത എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. എന്റെ സ്പെഷ്യാലിറ്റി കച്ചവടത്തിൽ, എന്റെ കടയിൽ
ആളുകൾ എന്നെ കൂടുതൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ എന്താ ഗുണം? നമുക്ക് ആ സ്പെഷ്യാലിറ്റി കുറച്ചുകൂടി കൂടുതലായിട്ട് കൊടുക്കാം. ചെലവുണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾ വരുമ്പോൾ ചിരിക്കുന്നത് കൊണ്ടാണ് എന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ 12 മണിക്കൂറും ചിരിച്ചിട്ട് തന്നെ നിൽക്കാം. പോന്നോളൂ, വഴിയൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാം, ഒരു പ്രശ്നമല്ലേ, നമുക്ക് കച്ചവടം നടക്കണമെന്നോ അല്ലേ? അപ്പൊ ആ സ്പെഷ്യാലിറ്റിയെ വികസിപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ നമ്മളും അതിലേറെ നമ്മുടെ യുവജനങ്ങളും മക്കളും ഉപയോഗിക്കുന്ന അവരുടെ കാലഘട്ടത്തിലെ ഒരു സൗകര്യമാണ് ഓൺലൈൻ എന്ന് തിരിച്ചറിയണം. കാലഘട്ടത്തിനനുസരിച്ച് അല്പാൽപമെങ്കിലും മാറാൻ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കച്ചവടത്തെ നിലനിർത്താൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. എന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വല്ലാതൊന്ന് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം. ഇതേപോലെയാണ് സാധാരണ നിങ്ങൾക്ക് സർക്കുലർ തരിക അല്ലേ? ഒരു പുറത്താണ് ഇവരടിക്കാറുള്ള ഒരു പുറം മിക്കവാറും ഇങ്ങനെ ആയിരിക്കും. അപ്പോ നമ്മള് ഇതുപോലൊരു സാധനം കയ്യിൽ കിട്ടിയാൽ സാധാരണഗതിയിൽ 10-ലേറെ കച്ചവടക്കാരും അവിടെ ഇടും, വായിക്കാൻ പോലും ഇടും. അപ്പൊ ആദ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം കുറെ കച്ചവടക്കാർക്ക് ഇതുകൊണ്ട് ഓൺലൈൻ വ്യാപാരം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ സാധനം A4 പേപ്പറാണ്, പ്രിന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പൊ നമ്മൾ ഓൺലൈനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നമുക്ക് ഒരു കൊച്ചു വ്യാപാരി, ഇവിടെയുള്ള പട്ടിമറ്റത്തുള്ള ഒറ്റമുറി കടയിൽ കച്ചവടം ചെയ്യുന്ന ഒരു പലചരക്ക് കടക്കാരൻ, ഒറ്റമുറിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു പച്ചക്കറി കടക്കാരൻ, അങ്ങനെയുള്ള ആരും ആകട്ടെ, അവരെന്ത് ചെയ്യണമെന്നറിയോ? ഇതിനെ ഒരു 10 കഷ്ണങ്ങളായിട്ട് 12 കഷ്ണങ്ങളായിട്ട് ഇത്ര വേണം. ഇത് ഇങ്ങനെ മുറിക്കണം, ഇങ്ങനെ മുറിക്കണം, ഇത്ര കഷ്ണം. ഇത് ഇങ്ങനെ മുറിച്ചാൽ ഒരു 10-12 കഷ്ണം കിട്ടും ഒരു പേപ്പർ മുറിച്ചാൽ. എന്നിട്ട് എന്താ ചെയ്യുക? അതിന്റെ പുറത്ത് കടക്ക് പേരുണ്ടെങ്കിൽ അത് എഴുതുക, കടക്ക് പേരില്ലെങ്കിൽ സ്വന്തം പേര് എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക. വെറുതെ ഇരുന്ന് ഉറങ്ങല്ലേ, കച്ചവടം ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ചെയ്താൽ മതി. പേര് എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, ഇങ്ങനെ ഒരു 10-50 കഷ്ണം ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? വൈകുന്നേരം പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് കൊടുക്കാനല്ല, ഇത് ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് പറയാ, ചേട്ടാ, ചേച്ചി, മോനെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ചേട്ടന്റെ കടയുടെ പേരും നമ്പറും കേട്ടാ, എന്ത് വിളിച്ചാലും 1/2 മണിക്കൂറിനുള്ളിൽ ചേട്ടൻ വരും. ചെയ്തൂടെ? ഒന്ന് പരീക്ഷിച്ചൂടെ? ഒന്ന് പരീക്ഷിച്ചു നോക്ക്, ഒന്ന് പരീക്ഷിച്ചു. എല്ലാ കുട്ടികളും മടിയന്മാരെ ഈ കാര്യത്തിൽ. ഏത് കാര്യത്തില്? കടയിൽ പോയിട്ട് നിങ്ങൾ വാങ്ങിക്കണം പറഞ്ഞാൽ അമ്മ അച്ഛനും 10 പ്രാവശ്യം പറയും, അല്ലാതെ അവന് എഴുന്നേൽക്കൂല. അവിടെ അവർക്കൊരു സൗകര്യം കൊടുക്കുക നമ്മള്. എന്ത്? ഇയാളെ കടയിൽ വിളിച്ചാൽ കൊടുത്തതില്ല, പിന്നെ ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ അവിടെ വിളിച്ച് ചേട്ടാ ഒരു 2 കിലോ പഞ്ചസാര അപ്പൊ കൊടുത്തയക്കാം. ചിലപ്പോ സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവും, വൈകുന്നേരം മക്കളൊന്നും ഇരിക്കുന്നുണ്ടാവും. ഇതൊന്നും അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ ഏതെങ്കിലും തരത്തിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. തീർച്ചയായും നിങ്ങളുടെ കച്ചവടത്തിൽ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇതും ഒരു ഓൺലൈൻ വ്യാപാരമാണ്. ഇത് ഏറ്റവും താഴെ തട്ടിലുള്ള ഓൺലൈനാണ്. ഇനി മക്കളൊക്കെ ഉണ്ട്, അവർ നന്നായി പഠിക്കുന്നുണ്ട്, അവരോട് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ സൂത്രം അവരുടെ കയ്യിലുണ്ട്. വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കാം, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേയേറെ സാധനങ്ങളുണ്ട്, നമുക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. അല്ലാതെ കാലം ഇത്രയേറെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോ പുറകോട്ട് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചാൽ, ആര് ശ്രമിച്ചാലും ആര് പറഞ്ഞാലും അത് നടക്കില്ല എന്നുള്ള ബോധവും ബോധ്യവും നമുക്ക് ഉണ്ടാവണം. അതിനോടൊപ്പം ചേരാൻ, അതിന്റെ മുന്നിൽ പോയി നിൽക്കാൻ, അതിനോടൊപ്പം ഓടാനായിരിക്കണം വ്യാപാരികളുടെ ചിന്തയും ശ്രമവും പരിശ്രമവും ഒക്കെ തന്നെ. ആ രീതിയിൽ ചിന്തിക്കാൻ പട്ടിമറ്റത്തെ മുഴുവൻ വ്യാപാരികൾക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ 7 വർഷം, ഞാൻ 7 വർഷം പൂർത്തിയാക്കാൻ ജൂലൈ 7 വരുമ്പോൾ കൃത്യമാണ് 7 വർഷം പൂർത്തിയാക്കി. 7 വർഷക്കാലം കൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ എറണാകുളം ജില്ലയിലുണ്ടായ മാറ്റങ്ങൾ വളരെ ചെറുതല്ല. പക്ഷെ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു വലിയ
വിമത വിഭാഗം അതിൻ്റെ ഉള്ളിൽ തന്നെ വിശ്വസ്തരിൽ തന്നെ രൂപപ്പെട്ടത് വലിയ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്ത് നമ്മുടെ പ്രയാണത്തെ ഒത്തിരി തടസ്സപ്പെടുത്ത സാമ്പത്തിക രംഗത്തോ മറ്റു കാര്യങ്ങളും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് വ്യാപാരികൾക്ക് ഒരു നിർദ്ദേശം മീഡിയസ് വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. പത്രങ്ങളിലൊക്കെ വന്നതാണ്. 2 പ്രാവശ്യം വന്ന പത്രത്തിൽ വ്യാപാരി കൂട്ടത്തിൽ നിന്ന് ഒരാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നു എങ്കിൽ അവിടെ മുന്നണി നോക്കാതെ, പാർട്ടി നോക്കാതെ വ്യാപാരിയുടെ പ്രതിനിധിയെ അധികാര സ്ഥാനത്തേക്ക് കയറ്റിവിടാൻ ശ്രമിച്ചാൽ നമ്മൾ ഇന്നും ജയിക്കാൻ തുടങ്ങുകയാണ്. ഇന്നു മുതൽ ഇത് വായിക്കുമ്പോൾ മുതൽ മനസ്സിലാക്കി വീണം. നമ്മളുടെയൊക്കെ പാരമ്പര്യമായിട്ട് കൊടുത്ത് ചോദനാണെങ്കിൽ ചുവന്ന മുട്ടും വെളുത്താണെങ്കിൽ വെളുത്തിന് മുട്ടും കൈപ്പത്തിങ്ങനെ അവിടെ കുത്തും ഇവിടെ കുത്തൊക്കെ ശരിയാണ്, കാരണവന്മാരാണ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ ഇന്നും ജീവിക്കണമെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് വ്യാപാരി വ്യവസായി കൂട്ടുണ്ടാവണം. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പണിത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 264 പേര് 268 പേര് മത്സരിച്ചു. അതിൽ 155 പേര് ജയിച്ചു. നമ്മൾ ഈ 45 കൊല്ലമായിട്ട് 1.5 കോടിയിലേറെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന ഏകോപന സമിതി ഈ 45 കൊല്ലമായിട്ട് നമ്മുടെ വോട്ടിനോട് കൊടുത്തതല്ലാണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. ഇനി അതൊരു സമ്മർദ്ദ ശക്തിയായിട്ട് കേരളത്തിൽ വളരെ വ്യാപകമാണ്. നമ്മളിങ്ങനെ അമേരിക്ക പറഞ്ഞാല് ഇച്ചിരി ചടപ്പൊക്കെ മാറ്റി വെച്ചാൽ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിൽ കൂടി ജനങ്ങളുമായിട്ടൊക്കെ പങ്കിട്ട് കുറച്ചുപേരൊക്കെ നിഷ്പക്ഷമായിട്ടുള്ളവർക്ക് നമ്മുടെ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തിയ ഒരു സംശയയുടെ അടുത്ത ടൈമിൽ ശക്തമായ ഒരു നേതൃത്വം അസംബ്ലിയിലും പാർലമെന്റിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്കുള്ളതാണ്. അതല്ലാതെ വേറെ യുദ്ധം ചെയ്തിട്ടും കടയടച്ച് സമരം ചെയ്തിട്ടൊന്നും നമ്മൾ മുമ്പോട്ട് പോകില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ദാരിദ്ര്യമുള്ളവർക്ക് മണി സർക്കുലേഷൻ കുറയുകയാണ്. ഒരു 1000 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ ജീവിതത്തിൽ പുറത്തേക്ക് വിടില്ല. കാരണം മൊബൈലിന് വേറെ തെറ്റുകാരും നിവർത്തിയില്ല. ആ സ്ഥലത്ത് 100 രൂപ 10 ആളുടെ കയ്യിലിറങ്ങി പോകുമ്പോൾ കിട്ടുന്ന വ്യത്യാസം എന്താ? ഒരു 10 രൂപയുടെ എന്തെങ്കിലും പ്രോഫിറ്റ് 10% പ്രോഫിറ്റിനായിട്ട് ഒരു 100 രൂപ പ്രവർത്തിക്കുമോ? 10 ആളുടെ കയ്യിൽ കയറിയാൽ ആ 10 ആളിൽ നിന്നും 10 രൂപ വരുമ്പോൾ അതിന്റെ റവന്യൂ സർക്കാരിന് തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ നികുതിയുടെ അംശം നമ്മളുടെ പെട്ടെന്നുള്ള ക്രയവിക്രയ ശേഷി ഇതെല്ലാം വർദ്ധിക്കും. ജനങ്ങളുടെ കാശില്ല എന്ന് പറയും. അതല്ല, ഉള്ള കാശ് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തും മേടിച്ചു നിന്നാൽ ട്രഷറിയൊക്കെ കൂടുതലൊക്കെ നമുക്ക് വലിയ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പബ്ലിക്കിന്റെയും കടം പാപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് നമുക്ക് ഈ പരാജയം. നമ്മുടെ എല്ലാ രാജ്യവും പക്ഷെ നമ്മളത് അനുഭവിക്കുന്ന പരാജയമാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ, കഴിഞ്ഞ 2 മണിക്കൂർ വളരെ സഹിഷ്ണുതയോടുകൂടി ഈ സദസ്സിനെ വീക്ഷിച്ച് ഈ സദസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സഗൂഢം കേട്ട് ഒരു അച്ചടക്കത്തോടു കൂടിയിരുന്ന എൻ്റെ പ്രിയ കച്ചവട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 43ാമത് വർഷത്തെ 43 വർഷത്തെ ഒരു വാർഷിക ആഘോഷ ചടങ്ങിലാണ് ഞാൻ നിങ്ങളും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ ആയിട്ട് 15 വർഷമായി. 15 കൊല്ലം മുമ്പാണ് പഞ്ചായത്ത് മെമ്പറായിട്ട് വരുന്നത്. പക്ഷെ 33 വർഷമായി പട്ടിമറ്റത്തെ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ച് അത്യാവശ്യം ജനങ്ങളുമായി സൗഹൃദം പങ്കിട്ടുകൊണ്ട് തന്നെയാണ് ഞാനും ഈ രംഗത്ത് നിന്ന് പിടിച്ചു നിൽക്കുന്നത്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു, ഏറ്റവും നല്ല ഇടപെടലുകൾ സാധാരണക്കാരനുമായി കൂടുതൽ കൂടിച്ചേർന്നവർ, അവരുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന അവർക്കാണ് കൂടുതൽ ബിസിനസ് ലഭിക്കുന്നത് എന്നാണ് ഹമീദ് അവിടെ സൂചിപ്പിച്ചത്. നമുക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടുകൾ നടത്തുമ്പോൾ തന്നെ അവരുമായി ഏറ്റവും സ്നേഹത്തോടെ സംസാരിക്കുവാനും അങ്ങനെ ഇടപെടുവാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കച്ചവടക്കാർ.
അത്തരം ഒരു കച്ചവടക്കാരനായതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി എനിക്ക് ഇവിടെ വന്നിരിക്കുവാൻ കഴിഞ്ഞത് കൊണ്ട് കഴിഞ്ഞ 30 വർഷക്കാലം ഈ ഗോപാലന്റെയും അസൈനർക്കാരെയും കൂടെ കഥ പറഞ്ഞു. അവരുടെ ഒത്തൊരുമയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്ഥാപനവും അങ്ങനെ പട്ടിമരത്തെ കച്ചവടക്കാർ ഇതുപോലെ കൂടിയിരിക്കുവാൻ കാരണക്കാർ അവരുടെ പ്രവർത്തനമാണ്. അവരെ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എൻ്റെ പ്രിയ കലാകാരിക്ക് ഒരു അനുമോദനം കൊടുക്കുവാൻ ഞാൻ പ്രത്യേകം ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ ഇടയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഗോപാലചേട്ടൻ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ഗോപാലചേട്ടൻ പറഞ്ഞു നല്ലൊരു ഈ നമ്മുടെ സംഘടന ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ പുരോഗതി 10-30 വർഷക്കാലം കൊണ്ട് നമ്മൾ ഒരുപാട് പുരോഗതി നേടാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം ഈ ഹോളിൻ്റെ തന്നെയാണ്. ഈ ഹോളിൻ്റെ പൈസ ഇതിൽ നിന്നുണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് നമ്മുടെ 25 വർഷക്കാലം നമ്മുടെ വ്യാപാരിയായിട്ട് ഇരുന്ന ആളുകൾ, അവരുടെ വ്യാപാരമൊക്കെ നിർത്തി വീട്ടിൽ വിശ്രമിക്കുന്നവർക്ക് ഒരു സഹായമായിട്ടൊരു തുക എല്ലാ വർഷവും കൊടുക്കുക എന്നൊരു തീരുമാനമാണ് യൂണിറ്റ് എടുത്തിരിക്കുന്നത്. അതിനുള്ള പട്ടികത്തെ യൂണിറ്റിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും തരുന്നുകൊണ്ട് ഇന്ന് അതിനെ നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ച അവരുടെ ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചെയ്യും. ഞങ്ങളെ ഭരിക്കേണ്ട ഭരണാധികാരികളുടെ തെരഞ്ഞെടുപ്പ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രാർത്ഥന ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് വലത് കാലം മുന്നിലേക്ക് നീട്ടി ഞാൻ പറയുന്ന ഈ പ്രതിജ്ഞ ചെയ്യുന്നതാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗമായ ഞാൻ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെയും പൊതുജനങ്ങളുടെയും നാടിന്റെയും ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും സംഘടനാ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയവും സാമുദായികവും പ്രാദേശികവുമായ പരിഗണനയ്ക്ക് അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഏകോപന സമിതി ഭരണഘടനയും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുകയും ഏകോപന സമിതി അതാത് കാലത്ത് നൽകുന്ന നിർദ്ദേശങ്ങളും പ്രവർത്തന പരിപാടികൾ അനുസരിച്ച് നടപ്പിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ 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 ഇരിക്കാം. അടുത്തത് തെരഞ്ഞെടുപ്പ് ആണ്. അത് നമ്മുടെ പ്രസിഡന്റിനാണ് നമ്മുടെ ഭരണഘടന പ്രകാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഇവിടുത്തെ ഭരണസമിതിയിൽ 2 വർഷം അംഗമായിരുന്ന, അതുപോലെ രാഷ്ട്രീയ സാമുദായിക സംഘടനകളിൽ അംഗമല്ലാത്ത, മറ്റ് സംഘടനകളിൽ മറ്റ് യാതൊരുവിധ കുടിശ്ശികകളും ഇല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർദ്ദേശിക്കാം. അതിന് ഒരാൾ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പറയാനാ പറഞ്ഞു. ഗോപാലൻ ചേട്ടൻ എന്താ പേര്? ആരാണ് സപ്പോർട്ട് ചെയ്ത്? പേര് പറ. രമണി ശശിധരൻ. ഗോപാലൻ ചേട്ടൻ സ്റ്റേജിലേക്ക് വരണം.
ഇല്ലല്ലോ 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 ഗോപാലചാരി പ്രസിഡന്റ് ഗോപാലചാരി വന്ന് പിന്നെ അടുത്തത് സെക്രട്ടറി ഞങ്ങളാണ്. സെക്രട്ടറി എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല. പിന്നെ ഈ സംഘത്തെ കമ്മിറ്റി ഞങ്ങളുടെ നിലവിലുള്ള കമ്മിറ്റിയിൽ നിന്ന് ആരെ മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. ആ കമ്മിറ്റി തന്നെ തുറന്നു പോകണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ വീണ്ടും പ്രസിഡന്റാക്കി. എല്ലാവിധ നന്മകളും കേരള വ്യാപാരി വ്യവസായി എറണാകുളം ജില്ലയുടെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ ഈ ഗോപാലചന്ദ്രൻ അസൈനാരും പറഞ്ഞ 1-2 വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ജില്ലാ സെക്രട്ടറിമാർ എല്ലാവരും ഉണ്ട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പൊ അസൈനാര് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കമ്മിറ്റി കൂടിയപ്പോ അസൈനാര് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്രട്ടറി എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് നടത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ ആരെ വേണമെങ്കിലും ഞങ്ങളെ ഏൽപ്പിക്കാം. അങ്ങനെ ഒരു വാക്ക് പറയാവുന്ന അത്ര ധൈര്യത്തോടു കൂടി അസൈനാര് പറഞ്ഞത് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിലോർക്കുകയാണ്. അപ്പൊ ഈ ഗോപാലചേട്ടനും പറഞ്ഞു ഞാനില്ല, ഞാനിതോടുകൂടി നിർത്തി. ഞാൻ പറഞ്ഞു ഗോപാലചേട്ടനില്ലെങ്കിൽ ഞങ്ങളുമില്ല, ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ വരുന്നുമില്ല. അപ്പൊ ഗോപാലചേട്ടനും അസൈനാരും എന്ന് വരെ തുടരുന്നോ അന്ന് വരെ ഞങ്ങളും ഉണ്ടാവും. അതിന്റെ ഒപ്പം എന്ത് നല്ല കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ അസൈനാല് പല എന്ത് ഇവിടെ ഒരു ഫണ്ട് ചെലവായെങ്കിലും ഗോപാലചേട്ടനാണെങ്കിലും ഒരു ഭക്ഷണമോ എവിടെയെങ്കിലും പോണെങ്കിൽ അതിന് ദൂരത്തൊന്നും പാടില്ല. പൈസ എന്ത് കൃത്യമായ കണക്ക് വേണം. ആ കണക്കുകൾ ഈ റിപ്പോർട്ടിൽ കാണുന്നത്. അതുപോലെ നല്ല റിപ്പോർട്ടും ഒരു ആർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും തീർത്തു കൊടുക്കാനും എല്ലാ സന്നദ്ധമാണ്. അതുപോലെ ഒരു എല്ലാം സുതാര്യമായി പോകുന്ന ഒരു കമ്മിറ്റിയാണ്. ആദ്യമായി ഈ സെക്രട്ടറി പ്രസിഡന്റിനെ ഞാൻ എല്ലാവിധ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ച് അഭിനന്ദനം അർപ്പിക്കുകയാണ്. നിങ്ങൾ കൈയടിച്ച് അവരെ സ്വീകരിക്കുക. വളരെ സന്തോഷം തോന്നി നിമിഷത്തിൽ. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരുമയോടെയും അച്ചടക്കത്തോടു കൂടിയും പുതിയൊരു കമ്മിറ്റിയെ ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റി. അത് ഇവിടെയുള്ള നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവാണെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാരണം ഈ യൂണിറ്റിൽ വേറെ സ്വരങ്ങൾ പോലും ഇല്ലാണ്ട് അവരെ വീണ്ടും ഐക്യകണ്ഠം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് യൂത്ത് വിങ്ങിന്റെ കഴിഞ്ഞ ദിവസം കാക്കനാട് വെച്ച് അവിടുത്തെ ഒരു വ്യാപാരി ഗുണ്ടകൾ ആക്രമിച്ചായിരുന്നു. ആ അവസരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ചെല്ലുകയും അവിടുന്ന് ആ പ്രതികളെ കൊണ്ടുവന്നപ്പോൾ സ്റ്റേഷനിൽ കയറി ഞാൻ അവരെ ഒന്ന് കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്നെ പിടിച്ച് അകത്തുണ്ടായിരുന്നു. ആ സമയത്ത് അസ്നാരൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് വഴി അറിയുകയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞേക്കുക, നീ അവിടെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇവിടുന്ന് 1-2 വണ്ടി ആളുമായിട്ട് ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞ് പിന്തുണയ്ക്ക് യൂട്യൂബിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പിന്നെ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് വ്യാപം. അതേപോലെ തന്നെ കുന്നത്തനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവരും ഈ ഒരു നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വളരെ മനോഹരമായിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്നലെ ഞങ്ങൾ ആ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയുള്ളൂ. അപ്പം ഈ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലും ഇതേപോലെ പട്ടിമറ്റം പോലത്തെ യൂണിറ്റിലും നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ നിയോജക മണ്ഡലം കമ്മിറ്റിക്കും യൂത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് വ്യാപാര സേവന സമിതി. സമയം വൈകിയതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവിടുത്തെ ഓണം ബംഗാളിന്റെ ഓണം സെലിബ്രേഷനുകൾ വന്നിട്ടുണ്ട്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന കാരണം എന്ന് പറഞ്ഞത് വളരെ ഭംഗിയായി യൂണിഫോമിൽ അടുത്ത ചിട്ടോടുകൂടി ഒരു സൈഡ് കംപ്ലീറ്റ് വളരെ സാന്നിധ്യമാണ്. അത് ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും യൂത്തിനെ എല്ലാം കാണാനുള്ളത് മലയാളികളെ കാണുന്നെന്ന് പറയുന്നത് ഞാൻ അഭിമാനമുള്ളതും. എന്തായാലും 30 വർഷത്തെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇവിടെ നല്ലൊരു ഇതുപോലൊരു വ്യാപാരം പണിയാൻ സാധിച്ചതിലും ഒത്തൊരുമയുടെ അംഗങ്ങളുടെ ആവശ്യം അനുസരിച്ച് അവരെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യൂണിറ്റ് പ്രവർത്തനത്തിന് അസ്നേഹിക്കും ടീമിനും എറണാകുളം മേധാവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമ്പ് കൂടി നടന്നു. എല്ലാവരുടെയും സഹകരണത്തിലുണ്ടായി അത് വിജയിപ്പിക്കാൻ പറ്റി. അതുപോലെ തന്നെ മറ്റു യൂണിറ്റിനെയും നമ്മൾ എന്തെങ്കിലും യൂത്തിന്റെ പ്രവർത്തന കാര്യങ്ങളുമായി വിളിച്ചാൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവാറുണ്ട്. സൗണ്ട് പോയിട്ടുണ്ട്.
അപ്പൊ എല്ലാം പ്രത്യേകം ഈ പുതിയ കമ്മിറ്റിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവരാണ് പട്ടികപ്പെട്ട യൂണിയനിലെ അംഗങ്ങൾ. പ്രത്യേകിച്ച് അസൈനർക്ക് ആദ്യം പറഞ്ഞു ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. ഇപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്നവരായാലും സംസാരിക്കുന്ന എല്ലാവർക്കും മാറ്റി കൊടുത്തു. അങ്ങനെ എല്ലാവരും ഒരേപോലെ കാണുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ അഭിനന്ദനമാണ്. അത് മാത്രമല്ല ഈ ഇവിടെ കണ്ട ഇവിടെ ഐക്യവും നിങ്ങളുടെ ഒത്തിരിപ്പെല്ലാം നമ്മുടെ ജില്ലാ നേതാക്കന്മാരും അതൊരു മാതൃകയാക്കണമെന്ന് മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് പറയാറുള്ളൂ. ആ മാതൃക ഇനിയും തുറന്നു വന്നാൽ നമ്മുടെ വ്യാപാരികൾക്ക് എല്ലാ കാര്യത്തോടെ എല്ലാ കാര്യങ്ങളും ഏതൊരു വ്യാപാരികളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ അസാധാരണക്കാരെ പോലെ അത് പൂർത്തീകരിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതുപോലെ ഈ പട്ടികപ്പെട്ട യൂണിയറ്റിന്റെ പ്രവർത്തനങ്ങൾ മറ്റു യൂണിയറ്റുകൾക്ക് മാറിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതായത് ഇത്രയും നേരം നമ്മളെല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും കടകൾ അടച്ച് ഇത്രയും നേരം നിന്ന് ഇത് നമുക്ക് പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് വനിതകളുടെ 1-2 മാസം മുമ്പ് തന്നെ കുടികൾ കെട്ടലും ഈ ഹോളൊക്കെ അവരൊക്കെ അടിച്ച് കഴുകി ക്ലിയർ ചെയ്തു. നമ്മുടെ പിള്ളേരുടെ അതായത് യൂത്ത് വിങ്ങിന്റെ പിള്ളേരും നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും നമ്മുടെ അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇത്രയും നാള് വളരെ സന്തോഷകരമായാണ് നമ്മൾ പോയത്. ഇനിയും മുന്നോട്ട് പോകണം. ഞാനിപ്പോ കഴിഞ്ഞ കമ്മിറ്റിയിൽ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പേടിക്കും മാറാം, നിങ്ങൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഇന്ന് സംഘടന പോകരുത്, സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോകണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പൊ പറഞ്ഞു എല്ലാവരും കൂടെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ സ്നേഹം അതുപോലെ വളരെ സന്തോഷമാണ്. ഏറ്റവും വലിയ സ്നേഹമാണ്, സന്തോഷമാണ്. ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും നല്ല യൂണിറ്റായിട്ട് ഇപ്പൊ നമുക്ക് ജഗപേട്ട ഞങ്ങൾക്ക് സമ്മാനം തരുന്നത് പറഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും നല്ല യൂണിറ്റ് സമ്മാനം കിട്ടിയില്ലെങ്കിലും പറഞ്ഞല്ലോ. ഞാൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ വന്നല്ലോ, അതൊക്കെ സന്തോഷമാണ്. അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാവിധ അതായത് ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഇത്രയും നേരം സമയം ജഗപേട്ടയ്ക്ക് 4-5 യോഗത്തിൽ പോകാനുള്ളതാണ്. പക്ഷെ അദ്ദേഹം പോയില്ല. എല്ലാവരും ഇത്രയും നേരം ഇരുന്നു. ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്റെ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ഓക്കെ.